നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരാരോപണം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്. രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് മാനസികമായി വലിയ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാരണം ആദ്യം ജനം ടി വിയിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ലിങ്ക്, അതിൻ്റെ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നു. ഞാൻ വിചാരിച്ചു ഇത് അങ്ങ് പോവും. അത് കഴിഞ്ഞതിന് ശേഷം നിരവധി എൻ്റെ വാട്സപ്പുകളിലേക്ക് വീഡിയോ ക്ലിപ്പ്, ഭാരത് ലൈവ്, കർമ്മ എന്നെല്ലാമുള്ള രീതിയിലുള്ള ചാനലുകളുടെ വാർത്തകൾ, അത് കുറച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം 10 മാസം ആവുന്നേ ഉള്ളൂ. ആ സന്ദർഭത്തിൽ ഞാൻ വേറൊരാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഒരു കള്ള വാർത്തയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരും ഒന്നും അങ്ങനെ കൊടുത്തിട്ടുമില്ല. ജനം ടി വിയാണ് തുടങ്ങി വെച്ചത്. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ, അവരുടെ വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടി. അതിനുശേഷം പിന്നെ എൻ്റെ ഒന്നിച്ച് പ്രവർത്തിച്ച, പിന്നെ ഔദ്യോഗിക രംഗത്ത് മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ച എൻ്റെ ഒരു സഹപ്രവർത്തകൻ എനിക്ക് സുദിനത്തിൻ്റെ ഒരു കോപ്പി അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ സത്യത്തിലും ഞെട്ടിപ്പോയി. എന്ന് മാത്രമല്ല, തുരുതുരെ ആ പത്രവാർത്തയെ തുടർന്ന് നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് നിരവധി കോളുകൾ എനിക്ക് വന്നു. ടീച്ചർ, ഇതെന്താണ് ഈ പെൻഷൻ, എങ്ങനെയാണിത് ടീച്ചർ വാങ്ങുന്നത്? വേറൊരാളുടെ, ടീച്ചറുടെ ഭർത്താവിൻ്റെ പേര് ഇ ദാമോദരൻ നമ്പ്യാർ എന്നാണല്ലോ. ടീച്ചർ ഇപ്പോൾ PR കൃഷ്ണൻ്റെ പിന്നെ പെൻഷൻ എങ്ങനെയാണ് ടീച്ചർക്ക് വാങ്ങാൻ സാധിക്കുക? ഇങ്ങനെ പല ചോദ്യങ്ങളും. പിന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആകെ വിഷമായി. കുടുംബക്കാരെ, എൻ്റെ അനിയന്മാരെല്ലാം വിളിച്ചു, എന്താ ചേച്ചി ഇങ്ങനെ, എന്ത് വാർത്തയാണ് ഇത് അടിച്ചു വിടുന്നത്? അപ്പോൾ ആകെ മാനസികമായി ഞാൻ പ്രശ്നത്തിലായിപ്പോയി. പിന്നെ ഇത് ആരും എന്നെ ചോദിക്കുന്നില്ല. ഈ വാർത്ത ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണുന്നില്ലെങ്കിൽ കുറേ ആളുകൾ കാണുമ്പോൾ അത് ഇങ്ങനെ പടരുമല്ലോ. ഏതായാലും പത്രസമ്മേളനം നടത്തണം, പത്രക്കാരോട് സംസാരിക്കണം എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നലെ AKG സെൻറ്ററിൽ വെച്ച് പത്രക്കാരെ കണ്ടത്. പത്രക്കാരോട് ഞാൻ പറഞ്ഞു, ഇനിയിപ്പം ഇതിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിനെതിരെ പരാതി, അടിസ്ഥാനരഹിതമായ വസ്തുതകളുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ളതാണെങ്കിൽ നമ്മൾ അങ്ങനെയൊന്നുമില്ലാത്ത പച്ചക്കള്ളം ഒരു പൊതുപ്രവർത്തകയുടെ നേരെ ഈ രൂപത്തിൽ ആരോപിച്ചുകൊണ്ട് അത് പൊടിപ്പും തെങ്ങലും വെച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സ്ഥിതി ഈ പ്രായത്തിൽ എനിക്ക് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറത്ത് ആയിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള കല്ലുവെച്ച നുണകൾ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ടാണോ മറ്റു തരത്തിലോ ആയാലും അതുണ്ടാക്കുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ അവമതിപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം തന്നെയാണ് അതിലുള്ളത് എന്നതിന് എനിക്ക് യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ ഒരു ചോദ്യം എന്നോട് ചോദിക്കാമായിരുന്നു, ആർക്കും ചോദിക്കാം. ജനം ടി വിയിലുള്ളവർക്ക് എന്നെ അറിയാം, മറ്റുള്ള പെൺകുട്ടികൾക്കും എന്നെ അറിയാത്തവർ വളരെ കുറച്ചായിരിക്കല്ലേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് മാധ്യമരംഗത്തുള്ളവർ. ഒരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെ PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഉണ്ട്, അയാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ നിങ്ങൾ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നൊരു ഇത് കിട്ടിയിട്ടുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒറ്റ ചോദ്യത്തിൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ സുദിനത്തിൻ്റെ ആളുകൾ പോലും എന്നോടൊന്നും ചോദിച്ചില്ല. ഈ കണ്ണൂർ പാർലമെൻറ്റ് മെമ്പറായിട്ട് എത്രയോ പ്രാവശ്യം സുദിനവുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നോട് ചോദിച്ചില്ല. ഞാൻ അതോടുകൂടി സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് തീർക്കുക? ഞാൻ പാലക്കാട് ജില്ലയിൽ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു MLA ഉണ്ടോ? അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു MLA ഇല്ല ഇവിടെ, ഞങ്ങൾക്കറിയുന്ന ഒരു MLA ഇല്ല. പിന്നെ ചെറുപ്പക്കാരായതിനെ അറിയാത്തതാണോ എന്ന് തൃശ്ശൂർ ചോദിച്ചു. തൃശ്ശൂർ എന്ന് ചോദിച്ചു നോക്കുന്നു. തൃശ്ശൂർ ഞാൻ നമ്മളെ പാർട്ടി നേതാക്കളോട്, അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ നമ്മളെ MLA ഇല്ല, അങ്ങനെ ഒരു MLA ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വസ്തുത ഉണ്ട്, അത് കണ്ടു, ജന്മഭൂമിയിൽ കണ്ടു എന്ന് പിന്നെ എന്നോട് പറയുകയും ചെയ്തു. ഞാൻ പിന്നെ എങ്ങനെ അന്വേഷിക്കണ്ട്? AKG സെൻറ്ററിൽ ഞാൻ എൻ്റെ പാർട്ടിയുടെ നേതാക്കളോട് പറഞ്ഞു. അവർ നിയമസഭയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തകരായിട്ടുള്ളവർ കണ്ടുപിടിച്ച് പക്ഷേ ഞാൻ പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് അവർക്കത് കിട്ടിയത്. അത് പത്രസമ്മേളനം നടത്തി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കിട്ടി. തൃശ്ശൂർ ജില്ലയിൽ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസിൻ്റെ ഒരു നേതാവുമായ PR കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു MLA ഉണ്ടായിരുന്നു.
രണ്ടാം അസംബ്ലിയിൽ, ആദ്യത്തെ അസംബ്ലി കഴിഞ്ഞതിന് ശേഷമുള്ള EMSന്റെ ശേഷമുള്ള അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ PK ശ്രീമതിയാണെന്ന് മാത്രമല്ല അവരൊരു അധ്യാപികയും കൂടിയായിരുന്നു. അപ്പോൾ അത് ഈ വാർത്ത ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയതിന് ശേഷം ഞങ്ങളുടെ അവിടെയുള്ള പാർട്ടി മെമ്പറുടെ അടുത്താണ് അത്രേ പെട്ടെന്ന് ഈ വാർത്ത അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. അവർ തന്നെ നേരിട്ട് വന്ന് പല മാധ്യമങ്ങളോടും സംസാരിച്ചു. എൻ്റെ അമ്മയാണ് PK ശ്രീമതി, എൻ്റെ അച്ഛനാണ് PR കൃഷ്ണൻ. ഇത് ശ്രീമതി ടീച്ചറെ പോലുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയേറെ വർഷക്കാലം പ്രവർത്തിച്ച ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ആക്ഷേപിക്കുന്നത് ഒട്ടും ശരിയല്ല എന്ന് ഞാൻ കോൺഗ്രസ്സുകാരനാണെങ്കിലും ഞാൻ അവരുടെ പാർട്ടി അല്ലെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് അതൊരു വല്ലാത്തൊരു ഇതായിപ്പോയി, വ്യാജമായിട്ടുള്ള ഒരു വാർത്തയായിപ്പോയി എന്ന് അവർ പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവസാനം ഒരു സമാധാനമായി. കാരണം ഒരാളുണ്ടല്ലോ ഈ പെൻഷൻ വാങ്ങിയതോ അല്ലെങ്കിൽ വാങ്ങാതിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിന് ഒരാളുണ്ടല്ലോ, ഇത് എൻ്റെ പെരടിക്കുന്ന അങ്ങനെ പോകുമല്ലോ എന്ന് വിചാരിച്ച് അവസാനം എനിക്കൊരു ശ്വാസം വീണു എന്ന് പറയാം. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു എന്തായാലും പരാതി കൊടുക്കണം. ഇങ്ങനെ ഇനിയെങ്കിലും നമ്മുടെ വാർത്തകൾ ഈ രൂപത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയാണ് ഇത് കൂടുതൽ വരിക. ഞാനത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഒരു അന്വേഷണ കമ്മീഷൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച എന്നെ ഞാൻ ആ കമ്മീഷൻ്റെ ഭാഗമായിട്ടോ റിപ്പോർട്ടായിട്ടോ ഒരു ചാനലിലും ഇന്ന് വരെ സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എന്താണ് സംഭവിച്ചത്? അസംബ്ലിയിലോ മറ്റോ ആരോ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷത്തു നിന്നോ ഭരണപക്ഷത്തു നിന്നോ വന്നിട്ടുള്ള ഒരു വാക്ക് എന്നുള്ള നിലയിൽ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലത്തിലേറെയായി എന്നെ ഒരു തീവ്രത എന്ന് പറഞ്ഞ വാക്കും കൊണ്ട് എന്നെ എത്രയും പറയാൻ ബാക്കിയില്ല. അതിൽ ഉള്ള കമൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വായിക്കാൻ കൊള്ളാത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനൊക്കെ കേസ് കൊടുക്കാൻ പറ്റും. ഞാൻ കുറേ കേസ് കൊടുത്ത ആളാണ്, നിങ്ങൾക്കറിയാലോ. BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ ഹൈക്കോടതിയുടെ മുൻപിൽ വെച്ച് പരസ്യമായിട്ട് ടീച്ചറുടെ മകനെ പറ്റിയും ടീച്ചറെ പറ്റിയും പറഞ്ഞത് അങ്ങേയറ്റം തെറ്റായിപ്പോയി, ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇതേപോലെ മാധ്യമങ്ങൾ വന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന്. നിങ്ങൾ ഇത് പിൻവലിക്കണം, പറഞ്ഞത് പിൻവലിക്കണം. ഞാൻ വേറൊരു വാർത്തയും കൂടെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. അത് ഞാൻ പറയാത്തൊരു കാര്യമാണ്. അന്തരിച്ചു പോയ PT തോമസ് ഇതുപോലെ ഒരു എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ച് എൻ്റെ മോന് മുൻ ആരോഗ്യമന്ത്രി PK ശ്രീമതി ടീച്ചർ, കോവിഡ് കാലമാണ്, PK ശ്രീമതി ടീച്ചറുടെ മകന് ഓക്സിജൻ പ്ലാന്റ് ഉണ്ടായിട്ടും ഇപ്പോൾ വലിയ ക്ഷാമം നേരിടുന്നു, കുഞ്ഞുങ്ങൾ മരിക്കുന്നു, അപ്പോൾ കരിഞ്ചന്തയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പത്രസമ്മേളനം നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം. ഞാനത് നമ്മുടെ തളിപ്പറമ്പിലെ നമ്മുടെ വക്കീൽ നിക്കോളാസ് വക്കീലിൻ്റെ അടുക്ക ഉടനെ എല്ലാ ചാനലിൽ നിന്നും വന്നിട്ടുള്ള ക്ലിപ്സിങ്സും പത്രത്തിൽ വന്നിട്ടുള്ളതും എല്ലാം എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് കേസ് പയ്യന്നൂരിൽ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഗുരുതരമായ രോഗമാണ് എന്ന് ഞാൻ അറിയാൻ സാധിച്ചത്. ഞാൻ അപ്പോൾ നിക്കോളാസ് വക്കീലിനോട് പറഞ്ഞു, വക്കീലെ നമുക്ക് ഇപ്പോഴാ കേസ് എടുക്കണ്ട, ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്ക് ഡാമേജ് ആയാലും അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഒരു അസുഖം നേരിടുന്ന ഒരാളെ കുറിച്ച് ഞാൻ കേസെടുക്കാൻ ഇപ്പം തയ്യാറല്ല. നിർഭാഗ്യവശാൽ അദ്ദേഹം അധികം വൈകുന്നതിന് മുമ്പ് അദ്ദേഹം പോവുകയും ചെയ്തു. എനിക്കതിൽ ദുഃഖമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു വാക്ക്, ഞങ്ങൾ MLA ഹോസ്റ്റലിൽ അപ്പുറത്ത് മുഖാമുഖം മുറിയിൽ താമസിച്ച 5 കൊല്ലം, എന്നിട്ട് എന്നോടൊരു വാക്ക് ചോദിക്കാതെ ആരോ പറഞ്ഞത് കേട്ട ഏതോ ഒരു നമ്പ്യാരുടെ പാലക്കാട് ഉള്ള ഒരു ഓക്സിജൻ പ്ലാന്റ് എൻ്റെ മകൻ്റെതാണ് എന്ന് വരുത്തിച്ച് എന്നിട്ട് അത് എനിക്ക് വരെ ഇങ്ങനെ നിരവധി കേസുകളുണ്ട്. അതെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങളെല്ലാം ചെറുപ്പക്കാരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരാണ്. മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നു വരുമ്പോൾ അതിൻ്റെ വസ്തുതകൾ ബന്ധപ്പെട്ട ആളുകളുമായി ഒന്ന് ചോദ്യം ചെയ്ത് അത് ശരിയാണോ തെറ്റാണോ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും വരില്ല. ഇന്ന് എനിക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ എൻ്റെ കുടുംബത്തിനകത്ത് കുടുംബത്തിലാകെ ഗ്രൂപ്പിൽ ഇതെന്താണ് സത്യം, എന്താണ് യാഥാർത്ഥ്യം എന്ന് ചോദിച്ച് എനിക്കൊരു മറുപടി പറയാൻ പറ്റാത്ത വിധത്തിലേക്ക് ഞാൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സാവാതെ അറിയുന്ന കാര്യമല്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു ഗതികേടിലെത്തരുത്. ഒരു കുടുംബത്തിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇത് ഇത്ര കാര്യം വേണ്ടു. ഇതിലിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശന്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലക്ക്, അതുപോലെ DGPക്ക്, അതുപോലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സതീദേവിക്ക്, ഇവർക്കെല്ലാം ഞാൻ പരാതി കൊടുക്കുകയും അതിൻ്റെ ഒരു കോപ്പി ഞാൻ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോൾ അത് പരാതിയാണ്. ഇന്ന് നിയമപരമായിട്ട് തന്നെ എനിക്ക് ഇത്രയും സമൂഹത്തിൽ അങ്ങേറ്റം
മാനക്കേട് ഉണ്ടാക്കിയതിൽ എതിരായിട്ട് അഭിമാനത്തിന് ഏറ്റവും വലിയ ക്ഷതം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്നുള്ള നിലയിൽ ഇത് ഉയർത്തിയവർക്കെതിരെ, ഈ വാർത്ത പടച്ചുണ്ടാക്കിയവർക്കെതിരെ ഞാൻ കേസ് കൊടുക്കാനാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞാൻ വക്കീൽ അവിടെയുണ്ട്, എൻ്റെ കടലാസെല്ലാം എൻ്റെ കയ്യിലുമുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, ഇതെല്ലാം വരുമ്പോൾ വാർത്തകൾ ഇതുപോലെ സ്ത്രീകൾക്കെതിരെ ആകുമ്പം വേഗത്തിൽ വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പതിവായിട്ട് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് തിരുത്തണം. ആർക്കായാലും ഇതിനിടെ നമ്മുടെ ബഹുമാനീയനായ മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ പറഞ്ഞു, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങും അപ്പുറത്തുള്ളവർ ഇപ്പുറത്തും ഇപ്പുറത്തുള്ളവർ അപ്പുറത്തും എന്ന് പറഞ്ഞിട്ട് ചീത്ത വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നത് വേണ്ടിയല്ല. യഥാർത്ഥത്തിൽ നന്മ എന്താണെന്ന് മനസ്സിലാക്കാതെ തിന്മയിലേക്ക് പോകരുത് എന്നൊരു അഭിപ്രായം ഇതുമായിട്ട് എനിക്കുണ്ട്. പരാതി നേരിട്ട് പിന്നെ വക്കീല് തയ്യാറാക്കിയിട്ട് കോടതിയിൽ കൊടുക്കും, വക്കീൽ നോട്ടീസ് അയക്കും. ഇല്ല, ഇതിൽ മാപ്പ് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായ ഇതിൽ മാപ്പില്ല. ഞാൻ മറ്റേത് ഞാൻ കേസിൽ മാപ്പ് പറഞ്ഞു, പക്ഷെ ഈ കേസിൽ ഞാൻ ഒരു തരത്തിലും ഞാൻ ഇപ്പൊ തന്നെ ഒരു ചാനലിൽ നിന്ന് എന്നെ വിളിച്ചു, ഒരു പെൺകുട്ടി വിളിച്ചു, സംസ്ഥാനം ഞാൻ ടീച്ചറുടെ കാലിന് വീഴാൻ തന്നെയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഇതെല്ലാം തീരുമാനിച്ച് ആയിപ്പോയി, ഇനി എനിക്ക് നീ എന്ത് തന്നെ പറഞ്ഞാലും എനിക്ക് എൻ്റെ മനസ്സിൽ അലിവ് തോന്നൂല. അതുകൊണ്ട് അല്ല, ഇനി ടീച്ചർ നിയമപരമായൊക്കെ എടുത്തോളൂ, പക്ഷേ ഞാനല്ല ഇപ്പം പുതുതായിട്ട് വന്ന പെൺകുട്ടിയാണ് അങ്ങനെയെല്ലാം പറഞ്ഞു പോയത് എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് ഞാൻ മറക്കാം, പക്ഷേ നിയമത്തിൻ്റെ മുൻപിൽ നിയമപരമായിട്ട് പോകുന്ന കാര്യത്തിൽ ഇനി ഒരു സഹോദരിക്കും ഏത് പാർട്ടിയിലാവട്ടെ ഇങ്ങനൊരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, പലരും ഇന്ന് ഞാൻ വരുമ്പോൾ എന്നോട് ബഹുമാനപ്പെട്ട സ്പീക്കർ എന്നോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉടനെ തന്നെ അത് നിങ്ങൾ തിരുത്തിയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം പാലോട് രവി ഇപ്പം വിളിച്ചു വെച്ചിട്ടേ ഉള്ളൂ, നിരവധി നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്തിനേറെ BJPയുടെ നേതാക്കന്മാരും വിളിച്ച് ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.